നിനക്കിപ്പോ ഒരു പൂ ഇഷ്ടപ്പെട്ടാ നീ എന്താ ചെയ്യാ? ഞാൻ വേറെ എന്ത് ചെയ്യാൻ? അത് വീട്ടിലേക്ക് പൊട്ടിച്ചുകൊണ്ടുപോകും. അപ്പൊ ഒരു പൂ ഇഷ്ടപ്പെട്ടാ നീ അതിനെ പറിച്ചെടുക്കും, ഉറപ്പല്ലേ? ആ, ഉറപ്പായിട്ടും ഷുവറാണ്. പക്ഷേ നിനക്കതിനോട് ഇഷ്ടത്തിന് പകരം സ്നേഹമായിരുന്നെങ്കിലോ? നീ ആ പൂവിനെ പറിക്കില്ലടാ, പകരം നീ അതിനെ പരിപാലിക്കും. ഈ പരിപാലിക്കുന്നൊക്കെ പറഞ്ഞാ നീ അതിന് വെള്ളവും വളമൊക്കെ കൊടുത്ത് നീ എന്നെ പൊന്നു പോലെ നോക്കും. നീ ചില അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ, ഈ കുഞ്ഞു പൂന്തോട്ടമൊക്കെ ഉള്ള? അവിടെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ആ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞു പൂ നമ്മുടെ ഇഷ്ടം കൊണ്ടൊന്ന് പറിച്ചാൽ മതി, എന്തൊക്കെ പ്രശ്നമായിരിക്കും. ചെറുതായിട്ടതൊന്ന് വാടിയാൽ മതിയടാ, അവർക്കത് സഹിക്കൂല. അതാണ് ഈ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഒരുപാട് ഇഷ്ടം കൊണ്ട് പറിച്ചെടുത്താ ആ പൂവില്ലേ, അത് എത്ര കാലം നിന്റെ കൂടെ കാണും? ചിലപ്പോൾ ആദ്യമൊക്കെ നീ അതിന് ഭംഗി പോവാതെയൊക്കെ നോക്കും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നീ എത്ര ശ്രമിച്ചാലും അതങ്ങ് ഉണങ്ങിപ്പോവും. ശരിയല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ആ ഉണങ്ങി പൂ നിനക്കൊരു ഭാരമായിട്ട് തോന്നും. ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ സ്നേഹത്തോടെ പരിപാലിച്ച ചെടിയില്ലേ, അതിന് നമ്മൾ എന്നും വെള്ളവും വളമൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ പയ്യെ വളരാൻ തുടങ്ങും. കുറേ പൂക്കളുണ്ടാവും. എന്തിന്? പുതിയ ചെടി ഉണ്ടാവാനുള്ള വിത്ത് വരെ അതിലുണ്ടാവും. നമ്മൾ ഈ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാത്തിനും നല്ല വളർച്ച ഉണ്ടാവും. അതിപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിനാണല്ലോ അങ്ങനെ തന്നെ. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, നിന്റെ ഉള്ളിലെ സ്നേഹം പോലെ. നീ തേടുന്നതെന്തോ അത് നിന്നെയും തേടുന്നുണ്ട്. പിന്നെ എന്നെ സ്നേഹത്തെ പറ്റി പഠിപ്പിച്ച ആളുണ്ടല്ലോ, ഞാൻ സ്നേഹിച്ച ആളുണ്ടല്ലോ, ആളിന് വരും. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലുകൾക്കിടയിൽ മേയ്ക്കുന്നു. വെയിലാറി നീളുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ നീ വരിക.